എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. 2026 വിശാഖം നക്ഷത്രക്കാരുടെ ഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ നവഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. 9 ഗ്രഹങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മളെ ബാധിക്കും. ദോഷങ്ങൾ ജാതകത്തിൽ എത്ര നല്ല ഭാഗ്യമുണ്ടെങ്കിലും നവഗ്രഹങ്ങൾക്ക് ബലം കുറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെയും ബാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ ആയുസ്സും ആനയുടെ ആയുസ്സും 120 വർഷക്കാലമാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു 50 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് പൊതുവെ ഒരു പേടിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ജാതകദോഷത്തിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൃത്യ രീതിയിൽ പരിഹാരം ചെയ്യേണ്ട നവഗ്രഹങ്ങൾക്കാണ്. നവഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പം വിശാഖം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം അല്ലേ. കഴിഞ്ഞ കുറേ കാലമായി വിശാഖ നക്ഷത്രക്കാരല്ല എല്ലാ നക്ഷത്രക്കാരും പറയുന്നത് സാമ്പത്തികം ഇല്ലെന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ജോലിക്ക് പോകാതെ പൈസ വരില്ല. നമ്മൾ അസുഖം വന്നാൽ ആശുപത്രിയിൽ തന്നെ പോയി മരുന്ന് മേടിക്കണം. പൂജാതി കാര്യങ്ങളുടെ അസുഖങ്ങളൊന്നും മാറില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആശുപത്രിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. നമ്മളിങ്ങനെ ചുമ്മാ മന്ത്രം ജപിക്കുമ്പോൾ പൈസയൊക്കെ ഇങ്ങനെ മാനത്തുനിന്ന് വരുമല്ലോ. അങ്ങനെ ആരും ചിന്തിക്കരുത്. പിന്നെ സത്യസന്ധമായ വിശ്വാസ കാര്യങ്ങളായി മുന്നോട്ട് പോവുക. മിക്കവരും പറയുന്നത് കേട്ടിട്ട് 30,000 50,000 രൂപയുടെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്താതിരിക്കുക. ഇപ്പം ഞാനെന്നല്ല ആര് പറഞ്ഞാലും ഇവർ പറയുന്ന എത്രത്തോളം സത്യമുണ്ട് നമ്മളൊരു യുക്തി കേട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അല്ലേ. പല യൂട്യൂബിലും പല നക്ഷത്ര ഫലങ്ങളുണ്ട്. പക്ഷെ ആര് പറഞ്ഞാലും നമ്മൾ നമ്മുടെ യുക്തി കൊണ്ടൊന്ന് ചിന്തിക്കണം. ഇവർ പറയുന്ന എത്രത്തോളം ശരിയുണ്ട് അല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസപൂർവ്വമായിട്ടുള്ള ഭക്തിപൂർവ്വം തന്നെ ഉള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ 2026 വിശാഖ നക്ഷത്രക്കാർ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ സാമ്പത്തിക ലാഭം ഇവർക്കുണ്ടാകും. അതായത് ഇടയ്ക്കിടയ്ക്ക് അതായത് 2026 3 മാസത്തേക്ക് സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക ലാഭങ്ങളും കയറിയുണ്ട്. അങ്ങനെ ചില മാനസിക ബുദ്ധിമുട്ടുകൾ 2026 ഏകദേശം ഒരു ജനുവരി പകുതിയാകുമ്പോൾ ഇവർക്ക് അനുഭവപ്പെടാം. അയ്യോ, ഞാൻ ഈ ബിസിനസ് 2026 തുടങ്ങിയിട്ട് എനിക്ക് സാമ്പത്തിക നഷ്ടം തന്നെയാണ്. പക്ഷെ അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗ്രഹസ്ഥിയുടെ ഇതാണ്, അതിനുള്ള പരിഹാര കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഗണപതി ക്ഷേത്രത്തിൽ ഒരു 5 മുക്കുറ്റി പറിച്ചുകൊണ്ട് പോയി ഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. മുക്കുറ്റി കിട്ടാത്ത ഭക്തജനങ്ങളാണെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമോ ഇല്ലെങ്കിൽ തലക്കൊഴിഞ്ഞൊരു തേങ്ങയെ വെക്കുക, ഇല്ലെങ്കിൽ ശക്തി മഹാഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഇത് ഒറ്റ തവണ ചെയ്താൽ മതി. അത് എൻ്റെ അഭിപ്രായത്തിൽ ജനുവരി മാസം തന്നെ തുടക്കം തന്നെ ചെയ്യുക. അപ്പോൾ ഈ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുണ്ട്. സാമ്പത്തികം കിട്ടും, സാമ്പത്തികം ഇല്ല. അതായത് നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആദ്യ പകുതി വിശാഖം നക്ഷത്രക്കാർക്ക്. അതിനുശേഷം 3 മാസത്തിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൂട്ടുകാരുകളൊക്കെ തിരികെ വരും, ബന്ധുക്കാരടുത്തടുത്ത് വരും. വീടിൻ്റെ പരിസരത്ത് നമ്മൾ മുമ്പ് വഴക്കിട്ട ആൾക്കാരൊക്കെ നമ്മളോട് അനുകൂലമായിട്ട് വരും. അച്ഛൻ വഴി അമ്മ വഴിയൊക്കെ ഷെയറുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, സ്വത്ത് സമ്പാദമായ കാര്യങ്ങൾ. അങ്ങനെ അച്ഛൻ വഴി അമ്മ വഴി സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വർഷവും കൂടെ ആയിരിക്കും. പിന്നെ 2026 വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, അല്ലെങ്കിൽ കണ്ണുദോഷം, നാവുദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും 2026 ഇവരെ ബാധിക്കത്തില്ല. ഉള്ള ശത്രുദോഷങ്ങളൊക്കെ മാറി നല്ല സമാധാനപരമായ അന്തരീക്ഷത്തിൽ 2026 മുന്നോട്ട് പോകാം. അതായത് ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ അകറ്റുന്നില്ല. പിന്നെ നാൽക്കാലി മൃഗങ്ങളിൽ നിന്നും വിഷമപരമായ കാര്യങ്ങളേക്കാണ് ശ്രദ്ധയുള്ളതുകൊണ്ട് അവരെയൊക്കെ ആയിട്ട് ഇടപെടുന്നതൊന്നും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽപ്പെട്ട ഈ പൂച്ച പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ ഒന്നും നഖമൊക്കെ കൊള്ളാം. അപ്പോൾ അങ്ങനെയുള്ള വിശാഖ നക്ഷത്രക്കാർ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക. വാക്സിനൊക്കെ അങ്ങനെ എടുക്കുക. നമ്മൾ ഡയറക്റ്റ് അങ്ങനെ പോകുന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഉറക്കക്കുറവ് കാര്യങ്ങളൊക്കെ ഈ 2026 മാറി കിട്ടുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ, അതായത് അവർ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരെയും നല്ല ഓർമ്മശക്തി നിൽക്കും. അതായത് പഠിക്കുന്ന സമയത്തുള്ള തലവേദനകൾ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഈ 2026 വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല. മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ തന്നെ എന്താ പറയുക, സാമ്പത്തികം ഇടയ്ക്ക് ഇച്ചിരി നഷ്ടം ഉണ്ടാകും. പിന്നെ സാമ്പത്തിക ലാഭമായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഇവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ് ബുദ്ധിമുട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ ഇതുണ്ട്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വിശാഖം നക്ഷത്രക്കാർ നേരിടേണ്ടി വരുവാണെങ്കിൽ നല്ലപോലെ തന്നെ ഡോക്ടറെ പോയി കാണിക്കുക. പിന്നെ 55 വയസ്സ് തൊട്ട് വിശാഖം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ
അതായത് ഉദാഹരണം ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ 55 വയസ്സ് തൊട്ട് വിശാഖ നക്ഷത്രം എന്തെങ്കിലും രീതിയിൽ മരുന്നുകളോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ഏലസോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുന്നത് ഉത്തമമായിരിക്കും, കറുത്ത ചരടിൽ. അതുപോലെ തന്നെ വൃശ്ചികം നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യരുത്. അതായത് കടം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും 2026 ചെയ്യരുത്. മറ്റുള്ളവർക്ക് ഒരു കാരണം വെച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്. പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഭാര്യ വീട്ടുകാരായിട്ടാണെങ്കിലും സ്വന്തം വീട്ടുകാരായിട്ടാണെങ്കിലും കൂട്ടുകാരായിട്ടാണെങ്കിലും പരിസരവാസികളാണെങ്കിലും കടം കൊടുക്കുകയോ ഇവർക്ക് ജാമ്യം നിൽക്കുകയോ 2026 വിശാഖം നക്ഷത്രക്കാർ ചെയ്യരുത്. പിന്നെ കൂടുതൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിശാഖ നക്ഷത്രക്കാരെ മോഹിപ്പിക്കുന്നില്ല. ഉള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ തന്നെയാണ് 2024 വർഷഫലം. എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും, ശത്രുദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നാൽ കൈയോടെ തന്നെ ഡോക്ടറെ പോയി കാണിക്കുക. മറ്റുള്ള വർഷത്തെ പോലെ തന്നെ 3 മാസം കഴിയുമ്പോൾ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമൊക്കെ കഴിയുമ്പോൾ സാമ്പത്തികം കയ്യിലൊതുങ്ങും. ആ ഒരു സമയം കഴിഞ്ഞ് ഏകദേശം നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതായത് എത്ര പൈസ മുടക്കിയാലും നമുക്ക് നഷ്ടങ്ങൾ വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് 2026 തൊട്ട് 3 മാസം കഴിഞ്ഞ് മാർച്ച് മാസം കഴിഞ്ഞ് സാമ്പത്തിക ലാഭം നല്ലപോലെ വിശാഖം നക്ഷത്രക്കാർക്കുണ്ടാകും. അങ്ങനെ ശത്രുദോഷങ്ങളൊന്നും വലുതായിട്ട് 2026 ഉണ്ടാകത്തൊന്നുമില്ല. അതേപോലെ തന്നെ പുതിയ പുതിയ വീട് മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും, വാഹനങ്ങൾ മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. എല്ലാ രീതിയിലും നല്ല ഉയർച്ച തന്നെ 2026 വിശാഖം നക്ഷത്രക്കാരുണ്ടാകും. അപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് കൂടുതൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഒരു വർഷക്കാലം ജാതകത്തിലെ ഭാഗ്യങ്ങൾ വരാൻ വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു വർഷം ഏതെങ്കിലും ഒരു വൃശ്ചികം നക്ഷത്രത്തിൽ ഒരു വെള്ളിയുടെ വെയിൽ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ വഴിപാടായിട്ട് ചെയ്താൽ മതി. കുടുംബക്ഷേത്രത്തിൽ അച്ഛൻ വഴി അമ്മ വഴിയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക. പ്രത്യേകിച്ച് രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം രാഹുവിന് കരിക്കൊണ്ട് അഭിഷേകം നടത്തുന്നത് നല്ലതാണ്. ഒരു വർഷക്കാലം വിശാഖ നക്ഷത്രത്തിൽ നവഗ്രഹ അർച്ചനയും ചെയ്യുന്നത് ഉത്തമമാണ്. പിന്നെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള മൂർത്തിയെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഇഷ്ടമുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതൽ വിശാഖ നക്ഷത്രക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി തന്നെ പറഞ്ഞു തരുന്നതാണ്.